സർ, ഈ ചോദ്യം ഉന്നയിക്കാൻ കാരണം അങ്ങയുടെ ബഡ്ജറ്റിൻ്റെ ഫസ്റ്റ് സെൻറ്റൻസ് കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയും സാമ്പത്തിക പെർഫോമൻസും കഴിഞ്ഞ കാലങ്ങളിൽ വളരെ മെച്ചപ്പെട്ടു എന്ന നിലയിലാണ്. മാത്രമല്ല, കഴിഞ്ഞ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയിൽ മുഴുവൻ നീതി ആയോഗിനെയും അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെയും കണക്കുകൾ ഉദ്ധരിച്ചാണ് അങ്ങ് സംസ്ഥാന സർക്കാരിൻ്റെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയെക്കുറിച്ചും ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. സാർ, നീതി ആയോഗ് റിപ്പോർട്ട് നോക്കുമ്പോൾ ഇത് അങ്ങ് കണ്ടിട്ടുണ്ടാവുന്നതായിരിക്കുന്നു. കേരള റാങ്ക്ഡ് എമംഗ് വേഴ്സ്റ്റ് പെർഫോമിംഗ് സ്റ്റേറ്റ്സ് ഇൻ നീതി ആയോഗ്സ് ഫിസ്ക്കൽ ഹെൽത്ത് ഇൻഡെക്സ്. അതായത് ഞങ്ങൾ പറഞ്ഞതല്ല, അപ്പം അങ്ങ് ഈ സർക്കാർ നിരന്തരം നീതി ആയോഗിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. നീതി ആയോഗ് പറഞ്ഞിരിക്കുന്നത് ഒരു സാമ്പത്തിക സ്ഥിതി അല്ലെങ്കിൽ ശേഷി നോക്കുമ്പോൾ ഒറീസ ഏറ്റവും മികച്ച പെർഫോമൻസ് നടത്തിയപ്പോഴും കേരളം വേഴ്സ്റ്റസ്റ്റ് പെർഫോമിംഗ് സ്റ്റേറ്റ്സിൽ ഒന്നാണ് എന്ന് പറയുന്നു. നീതി ആയോഗിന്റെ ഫൈൻഡിങ്ങിന്റെ ഡീറ്റെയിൽസിലേക്ക് ഞാൻ പോകുന്നില്ല. ചോദ്യത്തിലേക്ക് വരൂ. ഈ നീതി ആയോഗ് കണ്ടെത്തിയ കേരളം പെർഫോം ചെയ്യാത്ത മേഖലകളെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി ബഡ്ജറ്റിലും നിർദ്ദേശങ്ങൾ കാണുന്നില്ല. അത് ഇനിയെങ്കിലും അത് മെച്ചപ്പെടുത്താനുള്ള നടപടികൾ സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടാവും എന്നുള്ളതാണ് ചോദ്യം. ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് ഇവിടെ ഈ നീതി ആയോഗ് കണ്ടെത്തിയ കേരളം പെർഫോം ചെയ്യാത്ത മേഖലകളെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി ബഡ്ജറ്റിലും നിർദ്ദേശങ്ങൾ കാണുന്നില്ല. അത് ഇനിയെങ്കിലും അത് മെച്ചപ്പെടുത്താനുള്ള നടപടികൾ സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടാവും എന്നുള്ളതാണ് ചോദ്യം. ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് ഇവിടെ സർ, 2016 UDF അധികാരത്തിൽ നിന്ന് പോയ സമയത്തല്ല, ഈ മൊത്തത്തിലുള്ള റിപ്പോർട്ട് 2014 മുതലുള്ളതാണ്. 2014 മുതൽ കോവിഡിൻ്റെ ദീർഘകാലം വരെ തുടങ്ങി ഈ 22-23 ഘട്ടത്തിലേക്ക് വരുന്നതാണ് ഈ റിപ്പോർട്ട്. അതോടെ മനസ്സിലാക്കണമെന്ന് 54,000 കോടിയിൽ നിന്നും 1,03,000 കോടിയിലേക്ക് ഈ 4 വർഷം കൊണ്ട് കേരളത്തിന്റെ വരുമാനം വർദ്ധിച്ചു എന്നുള്ള അഭിമാനത്തോട് പറയുകയാണ്. അതുകൊണ്ട് ഈ റിപ്പോർട്ട്, ഈ ചോദ്യം വന്നത് നന്നായി. ഈ കാര്യങ്ങൾ നമുക്ക് പരസ്പരം മനസ്സിലാക്കാം. സർ, വിത്തൗട്ട് ഒഫൻസ്, പലപ്പോഴും നിങ്ങൾ മിനിസ്റ്റേഴ്സ് ഇവിടെ നടത്തുന്ന സ്റ്റേറ്റ്മെന്റ് ഇപ്പം അങ്ങ് പറഞ്ഞ ഒരു സെന്റൻസ്, അതായത് കേരളം എഡ്യൂക്കേഷനിൽ എല്ലാവരെക്കാളും ബെറ്ററായിട്ട് സ്പെൻഡ് ചെയ്യുന്നു പറഞ്ഞു. സർ, ഇഫ് ഐ ആം റോങ് ഐ വിൽ കറക്റ്റ് മൈസെൽഫ്. ഞാൻ തെറ്റ് തിരുത്താം. ഞാൻ പറയുന്നു, അതോറിറ്റേറ്റീവ് ആയിട്ട് പറയുന്നു, നാഷണൽ ആവറേജിലും താഴെയാണ് നമ്മുടെ സ്പെൻഡിങ്. ആസ് എ മിനിസ്റ്റർ നിങ്ങൾ ഇവിടെ നിന്ന് പറയുകയാണ് വി ആർ അബവ് ഓൾ സ്റ്റേറ്റ്സ്. എങ്ങനെ ഒന്നല്ലേ താങ്കൾക്ക് സപ്ലൈ ചെയ്യുന്ന ഡേറ്റയുടെ പ്രശ്നമാണ് എന്റെ തെറ്റാണ് ഇത്? എന്താണ് നിങ്ങളൊന്ന് സംസാരിക്കാൻ 30 സെക്കൻഡാ? ചോദ്യം ചോദിക്കട്ടെ. ഞാൻ കാര്യം കറക്റ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞല്ലേ. നാഷണൽ അദ്ദേഹം പറഞ്ഞത് ശരിയാണോ തെറ്റാണെന്ന് പരിശോധിക്കാൻ ഞാൻ പറഞ്ഞോളൂ. പിന്നെ അങ്ങ് നിരന്തരം പറയുന്ന കാര്യം ഈ ഫ്ലോറിൽ ഇതിനിപ്പോ ചോദ്യത്തിന് ആദ്യം മറുപടി പറഞ്ഞാൽ അത് അങ്ങ് ടേബിൾ ചെയ്യണം. GST കോമ്പൻസേഷൻ രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങൾക്കും കേന്ദ്ര സർക്കാർ നിർത്തലാക്കിയില്ലേ? ഏതെങ്കിലും സംസ്ഥാനങ്ങൾക്ക് ഈ പീരീഡിന് ശേഷം കിട്ടുന്നുണ്ടോ? നമ്പർ 1. നമ്പർ 2, 11ാം ധനകാര്യ കമ്മീഷൻ കേരളത്തിൽ അദ്ദേഹം വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലാണ്.